പ്രിയപ്പെട്ടവരെ, കരീം മൈത്രിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാണിക്കോത്ത് മടിയനിലെ KHM സ്കൂൾ, അതുപോലെ തന്നെ മിഫ്താഹുൽ ഉലൂം മദ്രസയിലേക്ക് പോകുന്ന PWD റോഡിൻ്റെ അരികത്താണ്. ഇവിടെ ഒരുപാട് നാളുകളായിട്ട് മഴ പെയ്താൽ ഒരുപാട് വെള്ളങ്ങളൊക്കെ കെട്ടി നിന്നുകൊണ്ട് കുട്ടികൾ സ്കൂളിലും മദ്രസയിലേക്ക് പോകുമ്പോൾ, അതുപോലെ തന്നെ വഴിയാത്രക്കാരും കാൽനട യാത്രക്കാരും റോഡിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാണിക്കോത്ത് മടിയനിലെ KHM സ്കൂൾ, അതുപോലെ തന്നെ മിഫ്താഹുൽ ഉലൂം മദ്രസയിലേക്ക് പോകുന്ന PWD റോഡിൻ്റെ അരികത്താണ്. ഇവിടെ ഒരുപാട് നാളുകളായിട്ട് മഴ പെയ്താൽ ഒരുപാട് വെള്ളങ്ങളൊക്കെ കെട്ടി നിന്നുകൊണ്ട് കുട്ടികൾ സ്കൂളിലും മദ്രസയിലേക്ക് പോകുമ്പോൾ, അതുപോലെ തന്നെ വഴിയാത്രക്കാരും കാൽനട യാത്രക്കാരും റോഡിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആ അവസ്ഥ താൽക്കാലികം, അതിനൊരു പരിഹാരം എന്ന നിലയിൽ PWD ഇടപെട്ടാൽ ഒരു പക്ഷേ അതിന് കാലതാമസം നേരിടും എന്നതുകൊണ്ട് ഷംസുദ്ദീൻ മാണിക്കോത്ത് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, ഷംസുദ്ദീൻ മാണിക്കോത്തിൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ഇതിന് ഒരു പരിഹാരമെന്നോളം ഒരുപാട് ഇപ്പോൾ ജില്ലി പൊടികൾ അദ്ദേഹം തന്നെ സ്പോൺസർ ചെയ്തിപ്പോൾ ഇവിടെ ഇറക്കിയിട്ട് ഇതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല സമൂഹത്തിന് വേണ്ട നല്ല പ്രവർത്തനങ്ങൾ ഷംസുദ്ദീൻ ഇതിനു മുമ്പും ഒരുപാട് കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് എടുത്തു പറയാനുണ്ട്. പക്ഷേ അതിൽ ചുരുങ്ങിയതാണ് ഇത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹം ഇത് വളരെ ഗൗരവത്തിലെടുത്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ പിന്നീട് നമുക്കത് ഖേദിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചെറുപ്പക്കാരന്, മടിയനിലെ ഒരു ചെറുപ്പക്കാരന് ഇതുവഴി പോകുമ്പോൾ ഈ വെള്ളമുണ്ടായത് കൊണ്ട് റോഡിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ ഒരു ബൈക്ക് വന്നിടിക്കുകയും അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. എന്തായാലും ഷംസുദ്ദീൻ മാണിക്കോത്ത് ഇത്തരത്തിലുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങൾ ഇങ്ങനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പർ മുഹമ്മദ് സുലൈമാൻ, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് മാണിക്കോത്ത് ശാഖയുടെ സെക്രട്ടറി ആസിഫ് ബദർനഗർ, അതുപോലെ തന്നെ മുൻ സെക്രട്ടറി NB നാസർ, അതുപോലെ തന്നെ പൊതുപ്രവർത്തകനായ അഷ്റഫ് അന്നയൊക്കെ നമ്മളെ പിന്നിലുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു നന്മയാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച ഷംസുദ്ദീൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വാർഡ് മെമ്പർ സുലൈമാൻ മുഹമ്മദ് എന്താണ് പറയുന്നത്? എന്തായാലും താങ്കളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടാകും. ഒരുപാട് നാളുകളായിട്ട് ഇത്തരത്തിലൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനൊരു പരിഹാരമെന്നോളം, താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരമെന്നോളം ഷംസുദ്ദീൻ മാണിക്കോത്ത് ഇങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ പല വകുപ്പുമായും ഇടപെടുകയും പക്ഷേ അതിനൊന്നും ഒരു പരിഹാരം ഇതുവരെ കാണാൻ സാധിച്ചില്ല. ഇപ്പോഴും ഞങ്ങൾ എല്ലാ വകുപ്പുമായും, ഞാനൊരു മെമ്പർ എന്ന നിലയിലും നമ്മുടെ നാടിൻ്റെ ആവശ്യമായത് നമ്മുടെ ജമാഅത്തിൻ്റെ KHM സ്കൂളിൻ്റെയും മിഫ്താഹുൽ ഉലൂം മദ്രസയുടെയൊക്കെ കുട്ടികൾ ഈ വെള്ളക്കെട്ട് കാരണം റോഡിലൂടെ മാത്രമാണ് അവർക്ക് വരാൻ സാധിക്കുന്നത്. ചീറിപ്പായുന്ന പാണ്ടി ലോറികളൊക്കെ ഓരോ തരത്തിലും സ്പീഡ് കുറക്കാതെ വരുന്നത് കാണുമ്പോൾ നമ്മളെ നെഞ്ചകം കലങ്ങുകയാണ്. കാരണം അപകടം ഒരുപാട് ഇവിടെ മടിയൻ റോഡിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. വാഹനങ്ങളൊക്കെ ഇങ്ങനെ ചീറിപ്പായുന്നു. അപ്പോൾ അതിനിടയിലാണ് കുട്ടികൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. റോഡിലൂടെ അല്ലാതെ വരാൻ പറ്റില്ല. റോഡിൻ്റെ പകുതി ഭാഗം വെള്ളത്തിലാണ്. അപ്പോൾ എല്ലാ വകുപ്പുമായും ഞങ്ങൾ ഇപ്പോൾ ഈ പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാലും ഇതിനൊരു പെട്ടെന്നൊരു പരിഹാരം കാണാൻ ഇപ്പോൾ ഈ സർക്കാർ തലത്തിൽ അത്രയൊന്നും പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങുകയില്ലല്ലോ. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഷംസുദ്ദീൻ സ്പീഡിനോട് ഈ കാര്യം ഒന്ന് ഉണർത്തിയപ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹം ഇടപെടുകയായിരുന്നു. ആ ഉദാര മനസ്കൻ്റെ ഒരു കാരുണ്യം കൊണ്ടാണ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്കിവിടെ ഒരു ഈ ജില്ലയും ഇതൊക്കെ ഇറക്കി ഇങ്ങനെയെങ്കിലും ചെയ്യാനായത്. ഇതുമായി ബന്ധപ്പെട്ട് മാണിക്കോത്ത് ശാഖയ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആസിഫ് ബദർനഗറിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം. ആസിഫ് ബദർ, എന്താണ് ഇത്തരത്തിലുള്ള നന്മയാർന്ന ഷംസുദ്ദീൻ മാണിക്കോത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ മാണിക്കോത്ത് ഷംസുദ്ദീനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മാത്രമല്ല, ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും,
ഒരുപാട് കുട്ടികൾ നടന്നു പോകുന്ന ഒരു റോഡ് അരികിലാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്നത്. അത് വെള്ളം എന്ന് വെച്ചെങ്കിൽ റോഡിൻ്റെ പകുതിയോളം വെള്ളം കയറിയിട്ട് മഴക്കാലത്ത് മഴ ഉണ്ടാവും. മഴ നിന്നതിന് ശേഷവും കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് റോഡ് പകുതിയോളം കയറി ഇറങ്ങിയിട്ടാണ് കുട്ടികളൊക്കെ ഇതിലൂടെ സഞ്ചരിക്കുന്നുള്ളത്. അപ്പോൾ നിത്യം അപകട മേഖലയായി ഇത് മാറിയത് കൊണ്ട് ഇതിന് ഒരു സൊല്യൂഷൻ എന്ന ഒരു തീരുമാനത്തെത്തുകയും നമ്മുടെ മെമ്പർ നമ്മളെല്ലാം ഒക്കെ വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അബൂബക്കർ എല്ലാവരും ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നമ്മൾ KSTP റോഡുമായി ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിന് ഉദ്യോഗസ്ഥരുമായി. അപ്പോൾ അവർ പറഞ്ഞത് വെച്ചെങ്കിൽ ഇതിൽ വെള്ളം ഇനി എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെയ്തു തരാമെന്നൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അത് കാലതാമസം എടുക്കും. അതിനോടൊപ്പം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എവിടെയാണ് വെള്ളം പോകുന്നത് അതും ഇതേ സൈഡിൽ ചെയ്യാനും പറ്റില്ല. കാരണം വെച്ചാൽ ഗ്യാസ് പൈപ്പ് ലൈൻ പോകുന്ന ഒരു പാതയായതുകൊണ്ട് സൈഡായതുകൊണ്ട് ഇതിലൂടെ ഒരിക്കലും അത് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ അപ്പോൾ കാലതാമസം എടുക്കുക. അതുകൊണ്ടാണ് നമ്മുടെ മെമ്പർ നമ്മളെ ഷംസുദ്ദീൻ സാഹിബുമായി ബന്ധപ്പെട്ടപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം ഞാൻ ഇത് ഏറ്റെടുത്തോളാം, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരികയും അത് ഇന്ന് ആദ്യമായിട്ടല്ല, അദ്ദേഹം പല കാര്യങ്ങൾക്കും ഇതിനു മുമ്പ് നമുക്ക് ഒരുപാട് നാടിന് വേണ്ടിയിട്ട് ഒരു സഹായിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പർ എന്ന നിലയിൽ താങ്കൾ വകുപ്പ് മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ PWD വകുപ്പുമായിട്ട് താങ്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ? നമുക്കൊരു പരിഹാരം എന്തായാലും ഇതിന് കാണണമല്ലോ. അപ്പം ഷംസുദ്ദീൻ മാണിക്കോത്ത് ഇത്തരത്തിലുള്ള നന്മയാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ അതിലുപരി താങ്കൾ വകുപ്പ് മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ PWD ബന്ധപ്പെട്ടിട്ടില്ലേ? എല്ലാവരുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വകുപ്പ് മന്ത്രിയായിട്ട് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ സാഹിബുമായിട്ട് നേരിൽ കാണാനും ബന്ധപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫാക്സ് അയക്കാൻ എല്ലാം തയ്യാറാക്കി ഇന്ന് തന്നെ ഞാൻ അയക്കുന്നുണ്ട്. എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും അത് നല്ല കാര്യമാണ്. അതുപോലെ അഷ്റഫ് നമ്മളെ പൊതുപ്രവർത്തകനാണ്. അഷ്റഫ് തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീടുണ്ട്. അഷ്റഫിന് എന്താണ് പറയാനുള്ളത്? വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ സന്തോഷം പകരുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. വാർഡ് മെമ്പർ സുലൈമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ സ്പീഡ് ഷംസുദ്ദീൻ മാണിക്കോത്ത് നടത്തിയ ഈ പ്രവർത്തനം വളരെ അനുഗ്രഹമാണ്. കാരണം ഇതിൻ്റെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇതിനു മുമ്പ്. ആ വീഡിയോക്കൊക്കെ ഫലം കണ്ടു. വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കൊക്കെ ഏറെ സന്തോഷത്തോടു കൂടി കടന്നു പോകാനുള്ളൊരു പാതയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏറെ സന്തോഷം നിറഞ്ഞു. നല്ല മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് തന്നെ ഞാനും ആസിഫ് ബദർനഗറും നൗഷാദ് ബദർനഗർ അടക്കം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്ത് ഏകദേശം ഒരു വർഷം പിന്നിട്ട്, ഒരു വർഷത്തിൻ്റെ അടുത്ത് ആയി. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് താൽക്കാലിക എന്നോളം ഇത്തരത്തിലൊരു പരിഹാരം കണ്ടെത്തിയത്. എന്തായാലും ഇതിന് പരിഹാരം കണ്ടെത്താൻ സഹായിച്ച വാർഡ് മെമ്പർ, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് മാണിക്കോത്ത് ശാഖ കമ്മിറ്റി, അതുപോലെ തന്നെ മറ്റു പൊതുപ്രവർത്തകർ ഷംസുദ്ദീൻ മാണിക്കോത്ത് അടക്കമുള്ള എല്ലാവർക്കും നന്മകൾ നേരുന്നു. കരീം മൈത്രി.